ലോകത്തെന്ത് പ്രശ്നം നടന്നാലും ഇന്ത്യയുടെ വാക്ക്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ വാക്ക് അവസാന വാക്ക് തന്നെ ആയിരിക്കും. അതിനുവേണ്ടി ലോകം കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ വേണ്ടത്ര ശക്തമായില്ലയോ എന്ന് തോന്നുന്നുണ്ടോ? അങ്ങയുടെ ചോദ്യത്തിന് രണ്ടുത്തരവുണ്ട്. ലോകത്തിലെ വിഷയങ്ങൾക്കെല്ലാം നരേന്ദ്രമോദി അവസാനത്തെ വാക്കാണെന്നുള്ള ധാരണ എനിക്കില്ല. അങ്ങനെ ലോകം ആർക്കും അവസാന വാക്ക് നിങ്ങളാണെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് വലിയൊരു സൈനിക ശക്തിയോ നേതൃത്വ ശക്തിയോ ഒന്നും ഭാരതത്തിന് ഉണ്ടെന്നും ഉള്ള അഹങ്കാരത്തിനൊന്നുള്ള കാലമായെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ കാര്യത്തിൽ ഭാരതത്തിൻ്റെ ഇടപെടലിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ചർച്ച വരുന്നുണ്ട്. ഇപ്പോൾ 1-2 ദിവസമായിട്ട് പാർലമെന്റിൽ ഇത് തന്നെയാണ് പറയുന്നത്. അതെ, ഗ്യാസിന് വില കൂടുന്നു, പെട്രോളിന് വില കൂടുന്നു. ചേടാ, പണ്ട് ഇറാനും ഇറാഖും കൂടെ യുദ്ധം ഉണ്ടായ കാലത്ത് അന്നും ഇവിടെ പെട്രോളിനും ഗ്യാസിനൊക്കെ വില കൂടിയിട്ടില്ലേ? കുവൈറ്റ് വാർ സമയത്തും കൂടിയിട്ടില്ലേ? നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അങ്ങനെയാണ്. നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ലോകത്ത് എവിടെങ്കിലും ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ, ഇപ്പം സോവിയറ്റ് യൂണിയനും കുവൈറ്റും കൂടെ ഉക്രൈനും കൂടെ ആണെങ്കിലും അവിടെ പെട്രോളിന്റെ വില കൂടാൻ സാധ്യത ഉണ്ടായിട്ട് മോദിയുടെയും ഭാരത സർക്കാരിന്റെ ഇടപെടൽ കൊണ്ട് റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങിച്ച് അതിവേഗത്തിൽ സംസ്കരിച്ച് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ചു. മറ്റ് രാജ്യങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും കൊടുക്കുകയും ചെയ്തുകൊണ്ട് ലോകത്ത് തന്നെ വില നിയന്ത്രിക്കാൻ പറ്റി. പക്ഷെ ഇപ്പോൾ അത് സാധിക്കുന്നില്ല. കാരണം ആ ഫർമോസോ ഇടുക്ക് അടയ്ക്കുകയും കൂടെ ചെയ്തപ്പം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ ഭാരതത്തിൽ ഒഴിച്ച് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട അമേരിക്കൻ കോൺഗ്രസിലെ ഇസ്രായേലിന്റെ കാര്യം വിട്, ഇറാന്റെ കാര്യം വിട്, യുദ്ധവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാത്ത ബ്രിട്ടീഷ് പാർലമെന്റിലോ ഫ്രാൻസിന്റെ പാർലമെന്റിലോ ജർമ്മനിയുടെ നിയമസഭയിലോ, ജനാധിപത്യ രാജ്യങ്ങളാണ്, ഇനിയും ചൈനയുടെ അവരുടെ സഭയുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും എഴുതാനും കാണുമല്ലോ. പാകിസ്ഥാന്റെ പാർലമെന്റിൽ ഇവിടെ ഒന്നും ഈ ചർച്ചയില്ലല്ലോ. നിങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ്. പാകിസ്ഥാനിലാണെങ്കിൽ ദൈവാധീനം പോലെ പൊട്ടു തൊടാൻ പോലെ എണ്ണ കിട്ടാത്ത അവസ്ഥയായി കഴിഞ്ഞു. ഇറാനിൽ നിന്ന് കള്ളക്കടത്ത് കൊണ്ടിരുന്ന എണ്ണയായിരുന്നു പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയുടെ തന്നെ പ്രധാനപ്പെട്ട അടയാളം, ഒരു അടിസ്ഥാനം. MA ബേബിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ പ്രിയപ്പെട്ട ഭരണകൂടമാണല്ലോ പാകിസ്ഥാൻ ഭരണകൂടം. അവിടെ എണ്ണയുടെ കാര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ്. ലിറ്ററിന് 312 രൂപ എല്ലായിടത്തും പ്രശ്നമാണ്. ഇതൊക്കെ ഉള്ളപ്പോഴും ഭാരതത്തിൽ ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ സ്വല്പം ഒന്ന് വിഷയം മാറി വരിക. നമ്മളോട് കൃത്യമായി ശത്രുതയുള്ള 3 ഗുണ്ടാ സംഘങ്ങൾ നമ്മുടെ തെരുവിൽ കിടന്ന് അടികൂടുക. അവർ പലരും നമ്മളോട് ആക്രമിച്ചിട്ടുള്ളവരുണ്ടാവും, ഒരുപക്ഷെ നമ്മളെ തെറിവറിഞ്ഞിട്ട് പോയവരുണ്ടാവും. ഈ 3 കൂട്ടരും നമ്മുടെ പടിക്ക് വരുമ്പം നമുക്കെതിരെ നിൽക്കുമ്പോൾ ഒന്നിച്ച് നിൽക്കുന്ന വരുക. ഇവർ തമ്മിൽ അടിയുണ്ടാക്കുമ്പോഴത്തേക്ക് സേഫായ സ്ഥലത്ത് മാറി ഇന്നത് കാണുക എന്നുള്ളതിനപ്പുറം അതിനിടയ്ക്ക് എന്നിട്ട് നീ അല്ലേടാ അവനെ ആദ്യം അടിച്ചത്, നീ അങ്ങനെ ചെയ്യാവോടാ, അവൻ നിന്നെക്കാട്ടി ചെറുതല്ലേ, അവൻ്റെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നീ കയറി വെല്ലുവിളിക്കാവോ എന്നൊക്കെ പറഞ്ഞ് ഈ 3 പേരും നമ്മളെ ശത്രുക്കളായ 3 ഗുണ്ട ടീമും കിടന്ന് അടി കൂടുന്നിടത്ത് ഇടയ്ക്ക് കയറി പോകേണ്ട ആവശ്യം നമുക്കുണ്ടോ? വേണ്ടെന്നേ. യവന്മാർ തമ്മിൽ തല്ലി ആര് ജയിച്ചാലും ആര് തോറ്റാലും നമുക്കൊന്നുമില്ല. നമ്മുടെ അടിസ്ഥാനപരമായി ഏറ്റവും വലിയ ശത്രുതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ മറ്റവനെങ്കിൽ ഇല്ലാതാക്കിയാലും നമുക്ക് പ്രശ്നമില്ല. ആ ഇല്ലാതാക്കുന്നതിനിടയ്ക്ക് കൊല്ലാൻ പോകുന്നവൻ്റെ കയ്യും കാലും ഒടിഞ്ഞാലും നമ്മളെ അത് നേരിട്ട് തൽക്കാലം ബാധിക്കില്ല. ഇത് തന്നെയാണ് ഈ കാര്യത്തിലും പറയാനുള്ളത്. ഇവിടെ വേറെ വ്യത്യാസമുണ്ട്. അമേരിക്കയുണ്ട്, ഇറാനുണ്ട്, ഇസ്രായേലുണ്ട്. നേരിട്ട് രംഗത്ത് ബന്ധപ്പെടുന്നവർ. അവരുടെ ഇറാൻ്റെ മുന്നിൽ ചൈനയും പാകിസ്ഥാനും റഷ്യയും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ ബാധിക്കുന്ന ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ, ഇസ്രായേൽ.
കാരണം എന്നും ഭാരതത്തോടൊപ്പം നിന്ന രാജ്യമായി ഇസ്രായേൽ. ഭാരതം പച്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക, ഒരുപക്ഷെ അമേരിക്ക പങ്കുവെക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗമായ ആംഗ്ലോ ക്രിസ്ത്യൻ അധിനിവേശത്തെ ഭാരതം സഹിച്ചതാണ്. ഇസ്ലാമിക അധിനിവേശ ശക്തികളെയും ഭാരതത്തിന് സഹിക്കേണ്ടി വന്നതാണ്. ഇസ്രായേലിന്റെ യഹൂദ സമൂഹമായിട്ട് ഭാരതത്തിന് ഒരിക്കലും സംഘർഷത്തിന്റെ കാലം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അവർക്ക് ലോകത്തൊരിടത്തും പോകാൻ അവസ്ഥയില്ലാത്തപ്പം ഭാരതത്തിൽ വന്ന യഹൂദരെ നമ്മുടെ കൊച്ചിയിലും മറ്റുമൊക്കെ മാന്യമായി സമാധാനപരമായി ജീവിക്കുന്നുള്ള സാഹചര്യം കൊടുത്തതുമാണ് ഭാരതത്തിൻ്റെ ചരിത്രം. ഇസ്രായേലും സ്വാതന്ത്ര്യം അവർക്കൊരു രാജ്യം കിട്ടിയ ശേഷം അവരും ഭാരതത്തോട് ഒരിക്കലും നമ്മൾ അവരെ അംഗീകരിക്കുന്നതിനോ അംഗീകരിക്കുന്ന ആദ്യം ചെയ്തു. നയതന്ത്ര ബന്ധം പോലും ഇല്ലാത്ത കാലത്ത് പോലും അങ്ങ് ഓർക്കണം, 965 യുദ്ധത്തിൽ, 971 യുദ്ധത്തിൽ ഇസ്രായേൽ ഭാരതത്തോടൊപ്പമായിരുന്നു. അന്ന് 71 അമേരിക്ക പാകിസ്ഥാന്റെ കൂടെ, ഇസ്രായേൽ ഭാരതത്തോടൊപ്പമായിരുന്നു. പിന്നീട് കാർഗിൽ യുദ്ധം ഉണ്ടായി, അവസാനം ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി. ഇവിടെയൊക്കെ എന്നും ഇസ്രായേൽ ഭാരതത്തോടൊപ്പമാണ്. സഹോദര തുല്യമായ രണ്ട് രാജ്യങ്ങളായി ഭാരതം നിലനിൽക്കുന്നു. ഭാരതം അവഗണിച്ചപ്പോഴും അവഹേളിച്ചപ്പോഴും എതിർത്തപ്പോഴും പോലും ആ ഇസ്രായേൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുമ്പം ഭാരതത്തിന്റെ ധാർമ്മികമായ ബാധ്യതയാണ് ഇസ്രായേലിന് ഒരു പരാജയം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത്. തന്നെയല്ല, പക്ഷെ ഇറാനുമായിട്ട് നമ്മൾ നല്ല സൗഹൃദം അതിന് ചോദിച്ചു തന്നായി. ഇറാനോ കൊമേനിയുടെ കാലത്തിന് മുമ്പും, അതെ, 71 യുദ്ധം ഉണ്ടല്ലോ, അത് കൊമേനി വരുന്നതിന് മുമ്പാണ്. അന്ന് ഇറാൻ ആരുടെ കൂടെയായിരുന്നു? പാകിസ്ഥാന്റെ കൂടെ. പാകിസ്ഥാൻ അവരുടെ വ്യോമസേനയുടെ അസറ്റ് അത് സൂക്ഷിക്കുന്നതിന് പോലും ഇറാൻ സ്ഥലം കൊടുത്തു. ഇറാൻ പാകിസ്ഥാന്റെ കൂടെ ആയിരുന്നു. ഇനി പോട്ടെ, കൊമേനി വന്ന ശേഷം വേണേ വേറൊരു കാര്യം അന്നേരം പറയാം. അന്നേരം പാകിസ്ഥാനും ഇറാനും തമ്മിലെതിരായി. കാരണം കൊമേനിയുടെ ഭരണകൂടം അമേരിക്ക എതിരായതുകൊണ്ട് അമേരിക്കയുടെ സഖ്യകക്ഷിയായ പാകിസ്ഥാനുമായിട്ട് ഇറാൻ എതിരുണ്ടായെങ്കിൽ പോലും ഒരു ഘട്ടം കഴിഞ്ഞപ്പം നമ്മൾ ഓർക്കണം, ഇമ്രാൻഖാനും ചൈനയും ഒക്കെ ഒന്നിച്ചിരുന്ന കാലത്ത് ഇറാനും കൂട്ടുപിടിച്ചത് അവരോടാണ്. മാത്രമല്ല, ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോഴത്തെ ഈ കൊമേനിക്ക്, ഇപ്പോഴീ വധിക്കപ്പെട്ട കൊമേനിക്ക് ഭാരതത്തിനെതിരെ വാദിക്കേണ്ട ആവശ്യം എന്താ ഉണ്ടായിരുന്നത്? ഷാഹിൻ ബാഗ് സമരകാലത്ത് ഈ കൊമേനിയും ഇറാനും ഭാരതത്തിനെതിരായിരുന്നു. മുസ്ലിങ്ങളെ ഇവിടെ ഇല്ലാതാക്കുന്നു, കൊല്ലുന്നെന്നും പറഞ്ഞ് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഒന്നായി നിന്ന് ഭാരതത്തിനെതിരെ പൊരുടെന്ന് ആഹ്വാനം ചെയ്തയാളാണ് കൊമേനി. ആ കൊമേനിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒഴിച്ച് മറ്റാരും, അതിലും ഷിയ മുസ്ലിം ഒഴിച്ച് മറ്റാരും ലോകത്തുണ്ടാവരുത്, അത്തരം കാഫിറുകളെ മൊത്തം തീർക്കാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്, സമ്പത്ത് ഞങ്ങൾക്കുണ്ട്, ഞങ്ങളിനി ബോംബ് ഉണ്ടാക്കിയ പണി ചെയ്യും എന്നും പറഞ്ഞ് ആണ് ഈ ഇസ്ലാമിക ഭീകരവാദ രാഷ്ട്രമായ ഇറാൻ മുന്നോട്ട് വന്നത്. അതിനെ ഇറാൻ ചെറുക്കുന്നു, ഇസ്രായേൽ ചെറുക്കുന്നു, അമേരിക്ക എതിർക്കുന്നു. അതിനകത്ത് ഭാരതം എന്താ ഇടപെടേണ്ടത്? പിന്നെ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. ചിലർ പറയും, ഇവിടെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. എന്നാൽ ട്രംപ് ഈ കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹു അല്ല, അദ്ദേഹം ഒന്നും സൗഹൃദമായിരുന്നു. ട്രംപ് ഇതിനിടയ്ക്ക് ചില അവഹേളനപരങ്ങളായ നടപടികളും രണ്ടാമത്തെ ഭരണം വന്ന ശേഷം കാണിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ കരുതേണ്ട കാര്യം വേറൊന്നുമില്ല. പച്ച മലയാളത്തിൽ പറയാമെങ്കിൽ, ഇന്നലെ നമ്മുടെ വീടിൻ്റെ വാതിൽക്ക വന്ന് ബഹളം ഉണ്ടാക്കിയ ഒരു ഗുണ്ടാത്തലവൻ നമ്മൾ അവിടെ തന്നെയുള്ള പേപ്പട്ടിയെ തല്ലിക്കൊല്ലാൻ പോകുമ്പം നമ്മൾ ആ പട്ടിക്ക് അനുകൂലമായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇന്നലത്തെ കാര്യം പോട്ടെ, ഇന്ന് വേണമെങ്കിൽ
ഒരു വടിയെടുത്തിട്ട് അവനെ സഹായിക്കുക. ഇനി അതുമല്ല, പശുവിനെ കൊല്ലരുതെന്നും പശുവിനെ കൊല്ലണമെന്നും തിന്നണമെന്നും പട്ടിയെ സംരക്ഷിക്കണമെന്നും പറയുന്ന മൃഗസ്നേഹികളുണ്ടല്ലോ, അവരെ വന്നിട്ട് പറയുകയാണ് ഈ പട്ടിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അവരോടൊപ്പം നിന്നിട്ട് ഈ ഗുണ്ടയ്ക്കെതിരെ ശബ്ദം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ഒരു സാധാരണ മനുഷ്യനില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ആ സംഘർഷത്തിൽ ആര് ജയിക്കട്ടെ, ആര് പരാജയപ്പെട്ടെ. പിന്നെ ഒരു സംശയം കൂടെ വരാം, എന്തിനാണ് ട്രംപ് പാകിസ്ഥാനെ കൂട്ടുപിടിച്ചതെന്ന്? യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ അതും കൂടെ ഒന്ന് കണക്കെടുത്ത് നോക്കുക. പാകിസ്ഥാൻ ഇന്ന് അമേരിക്കയോടൊപ്പം ഒരു വിധേയത്വം ഉണ്ടാവാതെ പഴയ കാലത്തെ പോലെ ചൈനയുടെ പരിപൂർണ വിധേയത്വത്തിൽ തുടരുകയായിരുന്നെങ്കിൽ ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെയുള്ള ഇറാന്റെയും ചൈനയുടെയും ആ കൂട്ടുകെട്ടിൻ്റെ പ്രധാനപ്പെട്ട കണ്ണിയായിട്ട് പാകിസ്ഥാൻ മാറിയത്. അതിന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനെ ബുദ്ധിപൂർവ്വം കയ്യിലെടുത്തിരിക്കുന്നത്. ഒരു കാര്യം അങ്ങ് ഓർക്കണം, അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ച പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്, ട്രംപിനെ കൊല്ലാൻ വേണ്ടി അവിടെ നടത്തിയ പരിശ്രമങ്ങളിൽ ട്രംപിനെ മാത്രമല്ല അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോ ബൈഡനെയും കൊല്ലാൻ വേണ്ടി ഇറാൻ ഒരു പാകിസ്ഥാൻകാരനെ വാടകയ്ക്കെടുത്തെന്നും അതിനുള്ള വധശ്രമങ്ങൾ അവിടെ അമേരിക്കയിൽ പോയി ആ പാകിസ്ഥാൻകാരൻ ചെയ്തെന്നും അത് അവസാനം പരാജയപ്പെട്ടെന്നും ആ വ്യക്തി കഴിഞ്ഞ ആഴ്ച ശിക്ഷിക്കപ്പെട്ടു. വെറുതെ ഉള്ളവർ ശിക്ഷിക്കപ്പെട്ടു, അമേരിക്കൻ കോടതി ശിക്ഷിച്ചു. അപ്പം വ്യക്തമായി പറഞ്ഞാൽ ഇറാനും പാകിസ്ഥാനും ഒക്കെ ഒന്നിച്ചു നിന്നിട്ട് നടത്താൻ സാധ്യതയുള്ള അട്ടിമറി ശ്രമങ്ങൾക്ക് തടയിടാൻ വേണ്ടി, അറുതി വരുത്താൻ വേണ്ടി ആയിരിക്കും ഒരുപക്ഷെ ട്രംപ് ഇപ്പോൾ പാകിസ്ഥാനെ കൂടെ കൂട്ടിയത്. അതെന്തുവാട്ടെ, എന്തായാലും ഭാരതത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ യുദ്ധം കഴിയുമ്പം ഈ പറയുന്ന മറ്റ് പല രാജ്യങ്ങളെക്കാട്ടിലും, പാകിസ്ഥാനെക്കാട്ടിലും ചൈനയെക്കാട്ടിലും ഇറാനെക്കാട്ടിലും താരതമ്യേന ശക്തമായ പൊസിഷനിൽ തന്നെയായിരിക്കും ഭാരതം ഉണ്ടാവുക. തൽക്കാലം ഉണ്ടാവുന്ന വിലക്കയറ്റമുണ്ട്, ഗൾഫിൽ കഴിയുന്ന ആളുകളുടെ പ്രശ്നമുണ്ട്. ഇതൊക്കെ കോവിഡ് നമ്മൾ പരിഹരിച്ച പോലെ, ഉക്രൈൻ കാലത്തെ പ്രതിസന്ധിയെ പരിഹരിച്ചതുപോലെ ഇതെല്ലാം പരിഹരിക്കുന്നതിനുള്ള കഴിവും കരുതലും പ്രതിബദ്ധതയും ഉള്ള ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് ഇന്ന് ഏതാണ്ട് ഇപ്പോൾ കേരളത്തിലുണ്ടാവാൻ സാധ്യതയുള്ള മോദിയുടെ കാലം ഭാരതത്തിന് സമാധാനപരമായി ശക്തമായി മുന്നോട്ട് പോകാനുള്ള കാലമാണ്. പിന്നെ ആദ്യം അങ്ങ് പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ അവസാന വാക്ക് ഭാരതം അല്ലെ മോദിയാണെന്ന് പറഞ്ഞ അവസ്ഥ ഇന്നില്ലെന്ന് പറഞ്ഞാലും നാളെ ആ ഒരു തലത്തിലേക്ക് ഭാരതവും മോദിയും വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.